ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാലാടയുടെ റെസിപ്പിയുമായിട്ടാണ്. തൂവാല പോലെ വളരെ നൈസായിട്ടുള്ളതും വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഒരു പാലാടയാണിത്. ഇതിൽ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് ഈ തൂവാല പോലെ വളരെ നൈസായിട്ടുള്ള ഈ പാലാട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ റെസിപ്പിക്ക് ചെയ്യേണ്ടത് കുറച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കുക എന്നതാണ് കേട്ടോ. അപ്പോൾ വലിയൊരു ജാർ എടുത്തിട്ട് ഇതിലേക്ക് 2 കപ്പ് ചിരകിയ തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ 2 കപ്പ് ചിരകിയ തേങ്ങ ആകുമ്പോൾ ഏകദേശം ഒരു വലിയ തേങ്ങയുടെ ഒരു മുറിയും കുറച്ചും കൂടി ഉണ്ടാവുകയെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 കപ്പ് നോർമൽ വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കമ്പി അരിപ്പയിൽ കൂടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഈ തേങ്ങാപ്പാൽ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാവേ. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ആ തേങ്ങാപ്പാൽ മൊത്തം നമുക്ക് പിഴിഞ്ഞെടുക്കാവേ. അപ്പോൾ ഇതാ മൊത്തം ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ മൊത്തം നമുക്ക് പാത്രത്തിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്കിതൊന്ന് അടിച്ചെടുക്കണമേ. അപ്പോൾ ഈ തേങ്ങ കൊത്ത് തന്നെ വീണ്ടും ഒന്നും കൂടി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ അരിപ്പയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം അരിച്ചൊഴിച്ച തേങ്ങാപ്പാലിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടി ഒഴിച്ചു കൊടുക്കാവേ. ഇനി ജാറ് കഴുകിയ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ പ്രസ് ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയെ. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാൽ മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്ത് അങ്ങ് കളയാം കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ മൊത്തം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചണ്ടി അങ്ങ് കളയാവേ. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ജാറെടുക്കുക. ഇതിലേക്ക് 3 കപ്പ് കുതിർത്ത പച്ചരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ 250 ml മെഷറിംഗ് കപ്പാണേ. ഇതിന് 2 കപ്പ് പച്ചരിയും പിന്നെ 1 പിടി പച്ചരിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഓവർനൈറ്റ് കുതിർത്തെടുത്തപ്പോൾ നമുക്ക് കുതിർന്ന് കിട്ടിയതിന് ശേഷം 3 കപ്പ് പച്ചരി കിട്ടിയിട്ടുണ്ടേ. പച്ചരി ഇടുന്ന ഒരു വീഡിയോ ഒന്ന് മിസ്സായിപ്പോയി കേട്ടോ, അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ 3 കപ്പ് പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിച്ച് വെച്ച തേങ്ങാപ്പാലിൽ നിന്നും ആദ്യം ഒരു 2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതേ കപ്പിൽ തന്നെയാണ് തേങ്ങാപ്പാലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 2 കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 3 കപ്പ് കുതിർത്ത പച്ചരിക്ക് 2 മുട്ട ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഈ സ്പൂണിൽ തന്നെ ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മിസ്സായിപ്പോയായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ മഷി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അത് ചായ അരിക്കുന്ന അരിപ്പിൽ കൂടി ഒന്ന് അരിച്ചാണ് എടുക്കേണ്ടത് കേട്ടോ. എന്നുവെച്ചാൽ ഒരു കൊത്തും ഒരു തരിയും ഒന്നും പാടില്ല. എല്ലാം നമുക്ക് ഈ അരിപ്പയിൽ കൂടി അരിച്ചെടുക്കണം. ഇതുപോലെ ഇപ്പോൾ തന്നെ അരിപ്പയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണമേ. അപ്പോൾ നമ്മുടെ ആ ഒഴിച്ച് കൊടുത്ത തേങ്ങാപ്പാലിൻ്റെ കൊത്തും അരയാതെ കിടക്കുന്ന ആ ചെറിയ അരിയുടെ തരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അരിപ്പയിൽ കൂടി മാറ്റിയെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഞാൻ അരിച്ചെടുത്ത മാവ് മൊത്തവും ഞാൻ ഈ അരിപ്പയിൽ കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലാടയ്ക്ക് അരി അരച്ചെടുക്കുമ്പോൾ നിർത്തി അരയ്ക്കുക കേട്ടോ. കണ്ടിന്യൂസ് ഇട്ട് അരച്ചെടുക്കരുത്, എങ്കിൽ മാവ് നന്നായിട്ട് വെന്ത് പോവും. അപ്പോൾ നമ്മുടെ പാലാട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല. അപ്പോൾ ഞാൻ അരച്ചെടുത്ത മാവ് അരിപ്പയിൽ കൂടി അരിച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ആ കൊത്ത് കളയാം. ഇപ്പം ഞാൻ 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് അരച്ചെടുത്ത മാവാണ്. ഇതിപ്പോൾ നല്ല കട്ടിയുണ്ട്. ഇനി നമുക്കിതൊന്ന് നേർപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 3ാമത്തെ കപ്പ് തേങ്ങാപ്പാലേ. അതുപോലെ തന്നെ അടുത്ത 4ാമത്തെ കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിൽ കുറച്ച്
കൂടെ തേങ്ങാപ്പാൽ ചേരും. അപ്പോൾ ഒരു അര കപ്പ് തേങ്ങാപ്പാലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 4.5 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് പച്ചരിയും ഒരു പിടി പച്ചരിയും കൂടി കുതിർത്ത് എടുത്തപ്പോൾ 3 കപ്പ് പച്ചരി ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ എല്ലാം കൂടി ചേർത്ത് കൊടുത്തത് 4.5 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ, കുറച്ച് ഉപ്പ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ നമ്മുടെ കിണ്ണത്തപ്പം ഉണ്ടാക്കില്ലേ അതേ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പം അതാ ഇതുപോലത്തെ ഒരു തവിയിൽ ഒരു തവി മാവ് കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ഹോളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് മാവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരുന്ന സമയം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. ഈ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരും. ആ സമയത്ത് നമുക്കിതൊന്ന് എടുത്ത് മാറ്റാവേ. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇത് കൂടുതലിട്ടങ്ങ് അടിഭാഗം ഗോൾഡൻ കളറാക്കാൻ പാടില്ല കേട്ടോ. എല്ലാം നല്ല നല്ല തനി വെള്ള കളറിൽ തന്നെ ഇരിക്കണം ഇത് വേവിച്ചെടുക്കുമ്പോഴും. അതാണ് കൂടുതൽ കാണാൻ നല്ല ഭംഗി. അപ്പോൾ നമ്മുടെ സൈഡെല്ലാം നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ. ഇനി അടുത്തത് നമുക്ക് ഒഴിക്കുമ്പോഴും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അങ്ങനെ 2 പാത്രം എടുക്കണം കേട്ടോ. അതിനുശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് അത് എടുക്കാറാവുമ്പോൾ നമ്മൾ ആദ്യം വെച്ച പാത്രത്തിലെ പാലാട മടക്കിയെടുക്കുക. തണുത്തത് ആദ്യം മടക്കിയെടുക്കുക. അത് 4ആയിട്ട് മടക്കുകയോ നമ്മൾ നമ്മുടെ കൈലേസ് ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്നത് പോലെ ആക്കിയെടുക്കുകയോ ചെയ്യാം. ഇങ്ങനെ ആറി എടുത്തതിന് ശേഷം നമ്മൾ പാത്രത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ പാലാട പിറ്റെന്ന് വേണമെങ്കിലും ഒരു കേടുകൂടാതെ ഇരിക്കുക കേട്ടോ. കാരണം ഇത് തേങ്ങാപ്പാലിൽ മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് നീറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് നന്നായിട്ട് സൈഡെല്ലാം ഇളവി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഞാനിത് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ പാലാട ഒഴിച്ചതിന് ശേഷം വെന്ത് കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ആദ്യം ഒഴിച്ച പാലാട ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചുട്ടെടുക്കാവേ. അങ്ങനെ ഇത് ലാസ്റ്റ് ഉള്ള മാവാണേ. ആദ്യത്തെ മാവ് മൊത്തം ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ പാലാട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ ഇതിനെക്കുറിച്ച് അധികം അറിവില്ല. അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ പാലാട മൊത്തം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല തൂവാല പോലെ നൈസായിട്ടുള്ള വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു പാലാടയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാലാട കണ്ടില്ലേ, നല്ല തൂവെള്ള കളറിലാണ് ഇരിക്കുന്നത്. കൂടുതലങ്ങ് മുരിക്കാൻ പാടില്ല കേട്ടോ, എങ്കിൽ അതിൻ്റെ ഭംഗി പോകും. ഇത് നമ്മുടെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ആറിയിട്ട് നമ്മളിതുപോലെ മടക്കിയെടുത്താൽ പിറ്റെന്നും നമുക്ക് ഈ പാലാട ഒരു കേടും കൂടില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലാട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലാട നോക്കിയേ. ഇത് നല്ല ചിക്കൻ കറി, ബീഫ് കറി, മട്ടൻ കറിയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പാലാടയാണ്. പിന്നെ ഇതിൽ മുട്ട റോസ്റ്റും നല്ല കോമ്പിനേഷനാണ്. ഞാനിവിടെ മുട്ട റോസ്റ്റാണ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണ് ഇത്. എന്നാൽ രുചിയിൽ ഒട്ടും തന്നെ പിന്നോട്ടുമല്ല കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് പാലാട മുട്ട റോസ്റ്റുമായിട്ട് കഴിക്കാൻ. അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കറിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഞാനിതിൻ്റെ പാലാടയുടെ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേ അളവിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടുകയാണെങ്കിൽ അതേ അളവിൽ ക്വാണ്ടിറ്റി എല്ലാം ആ മെഷർമെൻറ്റിൽ തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് നിവർത്തിയാലും ഇതിന് ഒരു കേടും സംഭവിക്കില്ല കേട്ടോ. കണ്ടില്ലേ, പാലാട അതുപോലെ തന്നെ ഒരു കണ്ണ് പോലും വീഴാതെ, ഒരു ഹോൾ പോലും വീഴാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പാലാടയുമാണ് കേട്ടോ.
വായിൽ വെച്ചാൽ അലിഞ്ഞു പോകും, അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു.